ചിക്കമംഗളൂരുവിൽ വെച്ച് കാണാതായ ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശിയായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു. ശ്രീനന്ദയ്ക്ക് ഇപ്പോൾ അവരുടെ ഫാമിലി സംശയം പറയുന്നുണ്ട്, കാരണം അവരുടെ കസിന ഇപ്പൊ ബോഡി കിട്ടിയെടുത്ത് ആ സമയത്ത് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ നിപ്പം ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്തെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, കുട്ടിയെ മിസ്സായ സമയത്താണെങ്കിൽ ഇപ്പോൾ 1500 അടി അത്രയും താഴ്ചയിലാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താഴോട്ട് അഥവാ എന്തെങ്കിലും സ്ലിപ്പ് ആണെങ്കിലും കിടന്ന് അലറത്തില്ലയോ? അങ്ങനെയുള്ള ഒരു ഇതും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ പൊന്നോ, കുറേ എണ്ണം ഇപ്പോഴും അവരുടെ അച്ഛനും അമ്മയും കിടന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരുപാട് നാറികളുണ്ട് ഈ കമൻറ്റ് ബോക്സിൽ. എടാ നീയൊക്കെ നിർത്ത്, പോയി കൊച്ചിൻ്റെ ജീവിതം പോയി. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇവളൊക്കെ റീൽസ് ഉണ്ടാക്കാൻ പോയതാണ്, പോകുന്ന വഴിക്ക് അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ കുറേ കമൻറ്റൊക്കെ. ഇതൊക്കെ വീട്ടുകാരൊക്കെ കാണുവാണെങ്കിൽ അവരുടെ അവസ്ഥയൊന്ന് ആലോചിക്കുക എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇനി അവിടെ തന്നെ ആ മലയിൽ തന്നെ ഇനി അവിടുത്തെ ലോക്കൽസിനോ അവിടുത്തെ അറിയാവുന്ന ആൾക്കാർക്ക് വേറെ വല്ല വഴിയുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ചില ആൾക്കാർ കിഡ്നാപ്പ് ചെയ്താണെങ്കിലോ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാം എന്താ സത്യാവസ്ഥ എന്നുള്ളത്. ഒന്നും പറയാൻ പറ്റത്തില്ല. കാലം അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 8-9 മാസം മുമ്പ് ഒരു വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മ വലിച്ചെറിഞ്ഞത്. അത് അന്വേഷിച്ച് നമ്മളതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ കൊച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന്. ആ കുട്ടിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അതും സ്വന്തം വല്യച്ഛൻ മരണസമയത്തോടെ കിടന്ന് അലറിക്കരയായിരുന്നു. ഇത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കേസുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് ചെറിയൊരു വഴിയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽസിന് അറിയാമെങ്കിൽ, ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്ന വല്ല ടീമുണ്ടെങ്കിലോ എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ആ കസിൻ പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. കുറേ എണ്ണം ദയവ് ചെയ്തിട്ട് ആ പേരൻസിനെ ഒന്നും പറയാതിരിക്കുക. എന്തുവാടേ അമ്മാതിരി മരണത്തിനൊന്നൊരു വിലയില്ല. ആ രീതിയിലാണ് ഇവന്മാരൊക്കെ സംസാരം കേട്ടാലോ. അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചരിവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്, മണിക്കാര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിന്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷോറാണ്. കണ്ടില്ലേ, അവർ പറയുന്നത് കേട്ടില്ലേ? ഈ അച്ഛനമ്മമാരും അവരുടെ ഫാമിലിയൊക്കെ നിന്ന ഭാഗത്താണ് ഇപ്പോൾ ബോഡി കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് പോയില്ലെന്നാണ് അവർ ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത്. പിന്നെ അവിടെ CCTV ക്യാമറ ഒന്നും ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവർ നേരത്തെ, അതായത് കുട്ടിയെ മിസ്സായ സമയത്തും ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് കാണാൻ പറ്റിയില്ല എന്നൊന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, ചിലപ്പം അന്ന് 3-4-5 ആൾക്കാരെ ഉള്ളായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കാണാമായിരുന്നു. അങ്ങനെയുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ വല്ലതും ഉപദ്രവിച്ചിട്ടോ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ വലിച്ചിടാം, അങ്ങനെയും കരുതാം. ഭയങ്കര ഡൗട്ട് അടിക്കുന്ന കുറേ കേസ് കേട്ടാണിത്. അന്വേഷണം വേണം. ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിന്റെ അടുത്ത് വരെ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചത്, രമേശ് അന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡിൽ നിന്നിരുന്നത്. അല്ല, റീലിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കുട്ടിയുടെ ആ സമയത്ത് ഫോണില്ല. പിന്നെ അതുപോലെ തന്നെ കൈവരി നല്ല ഹൈറ്റിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൊച്ചിന് അത്ര നീളവുമില്ല. അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കാം. എന്തായാലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സംഭവം എന്ന് നമുക്കറിയാൻ പറ്റും. പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ വരുമ്പം എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റും. കുട്ടി പോയ സമയത്ത് കുട്ടിയുടെ ഫോണില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ബോഡി കിട്ടിയെന്ന് പറയുന്ന ഏരിയയിലാണ് നിന്നിരുന്നത്. അത് അപ്പൊ തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. അവിടെ ഇറങ്ങി ആ മഴ മുകളിൽ അത്യാവശ്യം ചെരുവുണ്ട്, ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും തിരിച്ചു ചെരുവുണ്ട്. പിറ്റേ ദിവസം, പിന്നെ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത പറയുന്നു. ഇത് ഇദ്ദേഹം പറയുന്ന സത്യമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇദ്ദേഹം പറയുന്ന സത്യമാണോ? ഇദ്ദേഹം പറയുന്ന സത്യമാണെങ്കിൽ എന്തോ വലിയൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന സത്യമാണെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ബോഡിക്ക് വലിയ പഴക്കവും കാര്യങ്ങളും ഇല്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് വിവരം അറിയാൻ പറ്റും.
അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യണം വല്ല ഇടവഴിയോ ഈ അവിടുത്തെ ലോക്കൽസിന് അറിയാൻ പറ്റുന്ന വഴികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഗുഹ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് അങ്ങനെ വെറുതെ വിടുന്ന ഒരു കേസ് കേട്ടല്ലേ ഇതിപ്പം ശരിക്കും ഞാൻ നോക്കുന്നത് വെച്ചാൽ ഈ അടുത്ത സമയത്ത് ഇങ്ങനെയുള്ള കേസ് കേട്ട് കണ്ടിട്ടില്ല. ഓക്കെ, ബാക്കി കൂടെ നോക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നീ ഇദ്ദേഹം കള്ളം പറയുന്നത് കണ്ടോ? ഞാൻ കുറേ കമൻസ് ഒക്കെ കണ്ട് പുള്ളിക്കാരൻ ഇയാളെ ഒന്ന് ചോദ്യം ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, ഇപ്പൊ ഈ സ്ഥലം നിങ്ങൾ ഇറങ്ങി നിങ്ങളെ ബന്ധുക്കൾക്ക് ഇറങ്ങാൻ ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങളൊക്കെ ഇറങ്ങിയതാണ്. ഇറങ്ങിയ സ്ഥലമാണ്. കുട്ടിയുടെ വലിയച്ഛനാണ് പ്രതികരിച്ചത്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. ചിക്കമംഗളൂരുവിൽ ട്രക്കിങ്ങിനിടെ കാണാതായത്, ശ്രീനന്ദയെ കാണാതായത് 4 ദിവസം മുൻപാണ്. ഈ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ജീവനോടെ കണ്ടെത്തും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ പൊലിയുകയാണ്. ശ്രീനന്ദയുടെ മൃതദേഹം തന്നെയാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരണവും വരുന്നത്. സമീറിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ ജെയ്സിലേക്ക് പോകാം. ജെയ്സുമായിട്ടാണ് ഇപ്പോൾ ആ കുട്ടിയുടെ വലിയച്ഛൻ സംസാരിച്ചത്. ജെയ്സ്, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവർ പറയുന്നുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിൽ ഒരു അപകടത്തിൽ പെടാവുന്ന സാഹചര്യമില്ല, പ്രത്യേകിച്ച് ബാരിക്കേഡുകളൊക്കെ കെട്ടിയിട്ടുള്ള ഒരു മേഖലയാണ്, അതുകൊണ്ട് അങ്ങോട്ട് വീഴാനുള്ള ഇടയില്ല എന്നുള്ള ഒരു പ്രതികരണം അവരിൽ നിന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മൃതദേഹം കണ്ടെത്തിയതിലും ഒരു ദുരൂഹത കുടുംബം പറയുകയാണോ ജേസ്? അനൂപ്, ഇതിലൊരു ദുരൂഹതയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കാരണം തന്നെ ഈ ഒരു സംഭവം ഉണ്ടായി തെരച്ചിൽ നടത്തിയ ഭാഗത്ത്, ഇപ്പോൾ ഈ മൃതദേഹം കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത് നേരത്തെ ബന്ധുക്കൾ തെരച്ചിൽ നടത്തിയതാണ്. ഇപ്പോൾ വലിയച്ഛൻ നമ്മളോട് സംസാരിച്ചത് കുട്ടിയുടെ സംസാരിച്ച ആ ഭാഗത്തൊക്കെ ബന്ധുക്കളടക്കം നോക്കി തെരച്ചിൽ നടത്തിയ സ്ഥലമാണ്. പക്ഷെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഭാഗത്തൊരു മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട്. അത് മാത്രമല്ല, ആ കുട്ടി പോയ സ്ഥലത്തിന്റെ മറുപുറത്താണ് ഈ ഇതുണ്ടായിരുന്നത്. കാരണം ഈ പാർക്കിങ്ങിന്റെ ആ ഭാഗത്തല്ല, മറുപുറത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം. അതൊക്കെ ഒരുപാട് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം. കാരണം ആ രൂപത്തിലാണെങ്കിൽ നേരത്തെ വലിയ സന്നാഹങ്ങളോടുകൂടി അവിടെ പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം കണ്ടെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ബന്ധുക്കളും ആ ഭാഗത്ത് പരിശോധിച്ചിരുന്നു, അപ്പോഴും കണ്ടെത്താനായില്ല. പിന്നീട് ഈ ഒരു സംഭവം ഉണ്ടായി വീണ്ടും പരിശോധന നടത്തുമ്പോൾ അവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ദുരൂഹത വരുത്തുന്ന കാര്യമാണ്. ആ കുട്ടി അങ്ങോട്ട് ഉറപ്പായിട്ടും അപ്പം ഇതൊക്കെ ഇപ്പം ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ആ ഭാഗത്ത് കുറച്ച് ലോക്കൽസ് ടീംസ് കാണും, ഉറപ്പാണ്. പിന്നെ അറിയാലോ, ഇപ്പം ഈ കാലത്ത് അമ്മയും മകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ നാറികളുണ്ട്. അതും കൊച്ചിനെ അങ്ങനെ വല്ലതും ആണെങ്കിൽ അവന്മാരെ വെറുതെ വിടരുത് അവന്മാരെ വെടിവെച്ച് വരണം നാറികളെ. അടി താഴ്ചയിൽ നിന്ന് മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഈ മുകളിൽ നിന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. അത് അപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് വീണ്ടും ആ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ മൃതദേഹം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ അത് പറയാം. ഇതൊരു വല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത്. പിന്നെ 3-4 ദിവസം മുമ്പ് ഇത് വലിയ സോഷ്യൽ മീഡിയയിലും അങ്ങനെ വലിയ ചർച്ച, ജസ്റ്റ് ഒരു ന്യൂസ് പോലെ വന്നു പോകുമായിരുന്നു. അറിയാലോ, ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഫോക്കസ് ചെയ്യായിരുന്നു. പിന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കേസ് കേട്ടൊക്കെ വന്നുകൊണ്ടാണ്. ഇതിപ്പം ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട്, ഇന്നലെ വൈകിട്ട് മുതൽ ഇത് ശരിക്കും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KC വേണുഗോപാലെ വിളിച്ചിട്ട് 100-100ഓളം ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ തെരച്ചിൽ നടന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടാനിടയായത്. ഇനി എന്താ സംഭവം, ഇനി എൻ്റെ പിന്നിൽ ആരുണ്ട്, പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അറിയാം നമുക്ക് സത്യാവസ്ഥയും കാര്യങ്ങൾ. എന്തായാലും ദയവ് ചെയ്തിട്ട് ആരും ആ കുടുംബത്തിനെ ഒന്നും പറയാതിരിക്കുക. അത്രേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.